എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 77, 78 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 2ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കവി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് മധുരാപുരിയിലെ യാദവന്മാരുടെയും മഗധ രാജധാനിയിലെ ജരാസന്ധൻ്റെ സൈന്യങ്ങളുടെയും തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. അതിൽ ബലഭദ്രൻ പുറപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വർണ്ണിച്ചതാണ്. ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ശ്ലോകങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം 77ാമത്തെ ശ്ലോകം നോക്കാം. ബലാനി യാദൃച്ഛിക സംഗമാനി രാജ്ഞാം പുരാണീവ മഹാസുരാണാം അഹം പിനാഗീവ വിനാശയേയം ഇത്യധ്യവസ്യന്നുദതിഷ്ഠദീശ. ആദ്യം പദച്ഛേദം പറയാം. ബലാനി യാദൃച്ഛിക സംഗമാനി രാജ്ഞാം പുരാണി ഇവ മഹാസുരാണാം അഹം പിനാകീ ഇവ വിനാശയേയം ഇതി അധ്യവസ്യൻ ഉദതിഷ്ഠത് ഈശ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബലരാമൻ്റെ ഒരു പ്രൗഢമായിട്ടുള്ള വരവായിരുന്നു. ആ വരവിനെ പറ്റി തന്നെയാണ് അവിടെ ബലരാമൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൂടിയിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. വരവ് വളരെ കേമായിട്ട് തന്നെ വളരെ പ്രതാപശാലിയായിട്ടുള്ള ഒരു വരവ് തന്നെയാണ്. യുദ്ധ നൈപുണ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വരവാണ് ഇവിടെ കവി വർണ്ണിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് ബലരാമൻ വന്നതെന്ന്. മഹാസുരാണാം പുരാണി ഇവ യാദൃച്ഛിക സംഗമാനി രാജ്ഞാം ബലാനി പിനാകി ഇവ അഹം വിനാശയേയം. ഇതാണ് ബലഭദ്രര് പറഞ്ഞത്. എന്തായിരുന്നു? മഹാസുരാണാം പുരാണി, മഹാസുരന്മാരുടെ പുരങ്ങൾ. ഇവിടെ മഹാസുരന്മാർ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊരു 3 പേരെ എടുത്ത് പറയുന്നുണ്ട്. ത്രിപുരന്മാരെ പറ്റിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ശ്രീപരമേശ്വരൻ വധിച്ച് ഭസ്മമാക്കിയ 3 അസുരന്മാരുണ്ട്. കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നുള്ളവർ. ഇവർ 3 പേരും ബ്രഹ്മാവിൽ നിന്ന് വരമൊക്കെ മേടിച്ച് തന്നെ ശ്രീപരമേശ്വരനെ വധിക്കാവൂ, ഇന്ന ചില കരാറുകൾ ഉപാധികളൊക്കെ വെച്ചിട്ട് കുറേ അധികം വരങ്ങൾ വാങ്ങിച്ചു കൂട്ടി. അതുപോലെ മറ്റൊരു ഉപാധി കൂടി ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ഒരുമിക്കുമ്പോൾ മാത്രമേ അവരെ വധിക്കാവൂ എന്നുള്ളതൊക്കെ. അങ്ങനെ അവർ 3 പേരും ഒരുമിച്ച് വരാറും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരുണ്ടാക്കുന്നതായ ഉപദ്രവങ്ങൾ മുഴുവനും സഹിച്ചുകൊണ്ട് ലോകം ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. അവരെ 3 പേരെയും വധിക്കാൻ അവസാനം പല പല തയ്യാറെടുപ്പുകളും ഭഗവാൻ മഹാദേവനും അതുപോലെ തന്നെ ഭഗവാൻ നാരായണനും ബ്രഹ്മാവും ഭൂമിദേവിയും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടാണ് സാധിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം തന്നെ സുമേരു പർവ്വതത്തിനെ വർണ്ണിച്ചപ്പോൾ അവിടെ ഒരു ശ്ലോകത്തിൽ പറയുണ്ടായി. അവിടെ ശ്രീപരമേശ്വരൻ്റെ കയ്യിലെ വില്ലായിട്ട് നിന്നതാണ് സുമേരു പർവ്വതം. ആ കൈമുദ്രകൾ, കയ്യിലെ ചിഹ്നങ്ങളൊക്കെ ഇപ്പോഴും ധരിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പറയാണ്, ബലഭദ്രര് പറയാണ്, ഈ പറഞ്ഞ മുപ്പുരന്മാരെ, ത്രിപുരന്മാരെ എങ്ങനെയാണോ പിനാകി എന്ന് പറഞ്ഞാൽ, പിനാകം എന്ന് പറഞ്ഞാൽ വില്ലാണ്, ശ്രീപരമേശ്വരൻ്റെ വില്ലാണ്. പിനാകം ധരിച്ചവൻ പിനാകി. ശ്രീപരമേശ്വരൻ എങ്ങനെയാണ് ഈ അസുരന്മാരെ വധിച്ചതും അവരുടെ പുരങ്ങളൊക്കെ തൻ്റെ 3ാം തൃക്കണ്ണിലെ അഗ്നി കൊണ്ട് കത്തിച്ചു കളഞ്ഞത്, അതുപോലെ ഞാൻ ഇവരെ എല്ലാവരെയും ഈ മധുരാപുരിയിലെ സൈന്യത്തെ മുഴുവനും വധിക്കും എന്നാണ് ഭഗവാൻ ബലഭദ്രര് പറയണത്. അതാണ് ഇവിടെ വർണ്ണിച്ചു തുടങ്ങുന്നത്. മഹാസുരാണാം പുരാണി ഇവ, മഹാസുരന്മാരുടെ ഈ കമലാക്ഷൻ മുതലായിട്ടുള്ളവരുടെ പുരങ്ങളെ എന്ന പോലെ, യാദൃച്ഛിക സംഗമാനി, ആ യാദൃച്ഛിക സംഗമാനി പുരാണി എന്ന് വേണമെങ്കിൽ അന്വയം ഈ പദം അവിടേക്ക് മാറ്റാം. യദൃച്ഛയ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ വളരെ അപൂർവമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതായ ഈ 3 പേരുടെയും സംഗമസ്ഥാനങ്ങളായിട്ടുള്ള 3 പുരങ്ങൾ, ത്രിപുരന്മാരെന്ന് തന്നെയാണ് അവരെയും പറയുക. അവരെ മുഴുവനും വധിച്ചതുപോലെ രാജ്ഞാം ബലാനി, ഈ രാജാവിൻ്റെ, അതായത് മഗധ രാജാവായിട്ടുള്ള ജരാസന്ധൻ്റെ സൈന്യങ്ങളെ, പിനാകി ഇവ, പിനാകി എന്ന പോലെ, ശ്രീപരമേശ്വരൻ എന്നതുപോലെ. അതായത് ഈ മുപ്പുരങ്ങളെ ശ്രീപരമേശ്വരൻ എങ്ങനെയാണോ യാദൃച്ഛികമായിട്ടുള്ള സംഗമസ്ഥാനങ്ങളെ, അവർ എപ്പോഴും ഇന്ന ദിവസം അവിടെ കൂടിച്ചേരുക എന്നൊന്നുമില്ല. അവർക്ക് തോന്നിയാൽ ചിലപ്പോൾ അവിടെ കൂടിച്ചേരും. അവരെ വധിക്കാൻ വേണ്ടിയിട്ട് യുഗങ്ങളോളം ശ്രീപരമേശ്വരനും ഭഗവാൻ മഹാവിഷ്ണുവും ഒക്കെ കാത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ എത്ര നേരം വേണമെങ്കിലും കാത്തിരുന്നിട്ടായാലും
ഈ മഗധ രാജാവിൻ്റെ സൈന്യത്തെ മുഴുവനും മഗധ രാജാവിനെയും ഇല്ലായ്മ ഞാൻ ചെയ്തോളാം എന്നാണ് പറയണത്. രാജ്ഞാം ബലാനി പിനാകി ഇവ അഹം വിനാശയേയം, ഞാൻ ഇല്ലായ്മ ചെയ്തോളാം. ഇപ്രകാരം അധ്യവസ്യൻ, അധ്യവസ്യൻ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അതുറക്കെ പറഞ്ഞുകൊണ്ട്, ഈശ ഉദതിഷ്ഠത്, ഈശ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈശ്വരനായിട്ട് ബലരാമനെയാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ബലരാമൻ തൻ്റെ പീഠത്തിൽ നിന്നും സിംഹാസനത്തിൽ നിന്നും അങ്ങോട്ട് എണീറ്റു. ഉദതിഷ്ഠത്, യുദ്ധത്തിന് പുറപ്പെട്ടു എന്നർത്ഥം. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി 78-ാമത്തെ ശ്ലോകം നോക്കാം. ആദ്യം ചൊല്ലി നോക്കാം. തതസ്സ സഞ്ജാത കുതൂഹലാഭി വിലോക്യമാനാഗമനം പ്രജാഭി ഭ്രമത്പതാകാപടമന്തരീക്ഷേ രഥദ്വയം രത്നമയം ദദർശ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തത സ സഞ്ജാത കുതൂഹലാഭി വിലോക്യമാനാഗമനം പ്രജാഭി ഭ്രമത്പതാകാപടമന്തരീക്ഷേ രഥദ്വയം രത്നമയം ദദർശ. ഇവിടെ വളരെയധികം ഒന്നും പറയാനില്ല. തദനന്തരം, അതായത് എല്ലാവരും കൂടി യുദ്ധത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ, അനന്തരം സ അന്തരീക്ഷേ, സ എന്ന് പറഞ്ഞാൽ ആ ബലരാമൻ, അന്തരീക്ഷേ അന്തരീക്ഷത്തിൽ, വിഹായസി അവിടെ എന്താണ് കണ്ടത്? അവിടെ ഇവരെല്ലാവരും കൂടി യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു നിൽക്കുമ്പോൾ വേറെ ഒരു കാഴ്ച കാണുകയാണ്. അതാണ് സഞ്ജാത കുതൂഹലാഭി പ്രജാഭി വിലോക്യമാനാഗമനം ഭ്രമത്പതാകാപടം രത്നമയം രഥദ്വയം ദദർശ. അവസാനത്തെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രഥദ്വയം ദദർശ. രഥദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് രഥങ്ങളെ കണ്ടു. അതായത് ശ്രീകൃഷ്ണനും ബലരാമനും യാദവന്മാരും ഒക്കെ ഈ ജരാസന്ധനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേക്കും 2 രഥങ്ങൾ തങ്ങളുടെ നേർക്ക് വരുന്നതായിട്ട് കണ്ടു. അത് ഇവർ മാത്രമല്ല കണ്ടത്, സഞ്ജാത കുതൂഹലാഭി, സഞ്ജാതം ഉണ്ടായി വന്നതായ, വർദ്ധിച്ചു വന്നതായ, കുതൂഹലം, ഇതെന്താ അത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ട്, കൗതൂഹലത്തോട് കൂടിയിട്ട്, പ്രജാഭി പ്രജകളാൽ, അതായത് മധുരാപുരിയിലെ ജനങ്ങളാൽ, വിലോക്യമാന ആഗമനം നോക്കി നിൽക്കപ്പെടുന്ന വരവോടുകൂടിയ, പെട്ടെന്ന് യുദ്ധത്തിനായിട്ടൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു. ഭൂമിയിൽ നിന്നല്ല, ആകാശത്ത് നിന്ന്, ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ ദേശത്ത് നിന്ന് ഒരു വഴിക്ക് ഇങ്ങനെ ഓടി വരുന്നതല്ല, ആകാശത്ത് നിന്ന്, സ്വർഗലോകത്തു നിന്ന് ഇറങ്ങി വരുന്ന 2 രഥങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ പ്രജകൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. അവർ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ്, എന്താ ഈ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കാണുന്നതായ 2 രഥങ്ങൾ. അതെങ്ങനെയും കൂടിയായിരുന്നു, ഭ്രമത് പതാകാപടം. ഭ്രമത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാറ്റത്ത് വീശിക്കൊണ്ടിരിക്കുന്ന, ഇളകിക്കൊണ്ടിരിക്കുന്നതായ പതാകാപടം. പതാകാപടം എന്ന് പറഞ്ഞാൽ 2 കൊടികൾ. ഈ കൊടിക്കൂറ ഇങ്ങനെ പറന്ന് കളിക്കുന്നതായ, കൊടിക്കൂറ എന്നൊക്കെ പറയുമ്പോൾ ചീന പട്ടുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയും. പക്ഷേ സ്വർഗത്തുനിന്ന് ഇറങ്ങി വരുന്നതിലൊക്കെ എന്ത് പട്ടാണ് എന്നുള്ളത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ലല്ലോ. പട്ടുവസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. കൊടിക്കൂറ ഇങ്ങനെ കാറ്റത്ത് വീശിക്കൊണ്ടിരിക്കുന്നതായ, ഇളകിക്കൊണ്ടിരിക്കുന്നതായ 2 രത്നരഥങ്ങൾ, രത്നം കൊണ്ട് നിർമ്മിച്ചതായ, രത്നമയങ്ങളായിട്ടുള്ള 2 രഥങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നത് ഈ 2 കുമാരന്മാരുടെ, ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അടുത്തേക്ക് വളരെ വേഗത്തിൽ അടുത്തു വരുന്നതായ 2 രത്നരഥങ്ങൾ, അതായത് ശ്രീകൃഷ്ണനും ബലരാമനും കണ്ടു. അതോടൊപ്പം തന്നെ അവിടെ കൂടി നിൽക്കുന്നവരായിട്ടുള്ള പ്രജകളും കണ്ടു എന്നാണ് കവി വർണ്ണിക്കുന്നത്. അതാരായിരിക്കും എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. ആരാണ് ആ 2 രഥങ്ങൾ പറഞ്ഞയച്ചിരിക്കുന്നത്? 2 സാരഥിമാർ ഓടിച്ച് വേഗത്തിൽ വരുന്നതായ 2 രഥങ്ങളാണ്. ബാക്കി വർണ്ണനകളൊക്കെ അടുത്ത ദിവസം നോക്കാം. ചെറിയൊരു സസ്പെൻസ് അത് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കാവുന്നതേ ഉള്ളൂ, പറയുന്നുണ്ട് കവി. അത് അടുത്ത ദിവസം നോക്കാം. ഇന്നിപ്പോൾ ഈ 2 ശ്ലോകങ്ങളും ചൊല്ലാം. ബലാനി യാദൃച്ഛിക സംഗമാനി രാജ്ഞാം പുരാണീവ മഹാസുരാണാം അഹം പിനാഗീവ വിനാശയേയം ഇത്യധ്യവസ്യന്നുദതിഷ്ഠദീശ. തതസ്സ സഞ്ജാത കുതൂഹലാഭി വിലോക്യമാനാഗമനം പ്രജാഭി ഭ്രമത്പതാകാപടമന്തരീക്ഷേ
രഥദ്വയം രത്നമയം ദദർശ. അങ്ങനെ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.